Hi, welcome to my channel Mathematics Made Easy by Mary MJ. ഇന്ന് നമ്മൾ +1 മാത്സിൻ്റെ ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ 4th ചാപ്റ്റർ തൊട്ട് ചെയ്യാൻ പോവാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ചാപ്റ്റർ ചെയ്തു. ഇതിപ്പോൾ നമ്മൾ 4th ചാപ്റ്റർ തൊട്ടിട്ട്. ഓക്കെ, 4th ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. ഇപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറയുമ്പോൾ 3 സ്റ്റെപ്പാണ് അതിലുള്ളത്. ഒന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ പി ഓഫ് 1 ട്രൂ ആണെന്ന് കാണിക്കും. പിന്നെ എസ്യൂം ചെയ്യും പി ഓഫ് കെ ട്രൂ ആണെന്ന് എസ്യൂം ചെയ്യും, പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യും. ഇതാണ് അതിൻ്റെ സ്റ്റെപ്പ്. അപ്പോൾ ഈ സ്റ്റെപ്സ് ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പ്രൂവ് ബൈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ 1 + 2 + 3 + etc. + n is equal to n into n plus 1 by 2 for all n element of n. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്. പി ഓഫ് എൻ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് 1 + 2 + 3 + etc. + n is equal to n into n plus 1 by 2 ആണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്. ഇത് ട്രൂ ആണോ, ഇത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണോ നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പി ഓഫ് 1, നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ് പി ഓഫ് 1. പി ഓഫ് 1 എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ എടുക്കുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ടേം ഇവിടെ 1 ആണ്. അപ്പോൾ എൽ എച്ച് എസ് എന്ന് പറയുന്നത് 1 ആണ്. ആർ എച്ച് എസിൽ പി ഓഫ് 1 എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ആർ എച്ച് എസിൽ ഈക്വൽ ടു എന്നിന് 1 കൊടുക്കുക. അപ്പോൾ 1 into 1 plus 1 divided by 2 is equal to 1. അപ്പോൾ ഇവിടെ നമുക്ക് എൽ എച്ച് എസ് ഈക്വൽ ടു ആർ എച്ച് എസ് എന്ന് കിട്ടി. ദാറ്റ് മീൻസ് therefore പി ഓഫ് 1 ഈസ് ട്രൂ. പി ഓഫ് 1 ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എസ്യൂം ദാറ്റ് പി ഓഫ് കെ ഈസ് ട്രൂ. അതാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമ്മളത് എസ്യൂം ചെയ്യുക. പിന്നെ നെക്സ്റ്റ് നമ്മൾ പ്രൂവ് ചെയ്യണം. എന്തിനു വേണ്ടി പ്രൂവ് ചെയ്യണം? പ്രൂവ് ഫോർ പി ഓഫ് കെ പ്ലസ് 1. പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കണം. സോ പി ഓഫ് കെ പ്ലസ് 1 എന്ന് പറയുന്നത് എന്താണ്? പി ഓഫ് കെ എന്ന് പറയുന്നത് 1 + 2 + 3 + etc. + k. സോ പി ഓഫ് കെ പ്ലസ് 1 എന്ന് പറയുന്നത് 1 + 2 + 3 + etc. + k കഴിഞ്ഞിട്ട് ഒരു ടേമും കൂടെ ഉണ്ടാവും, k + 1. ആൻഡ് 1 + 2 + 3 + etc. + k എന്ന് പറയുന്നത് എന്തായിരിക്കും? പി ഓഫ് കെ ട്രൂ ആണെന്ന് നമ്മൾ എസ്യൂം ചെയ്തു. അതിൻ്റെ അർത്ഥം തന്നെ എന്താണ്? 1 + 2 + 3 + etc. + k is equal to എന്നിന് പകരം k കൊടുത്തു. k into k + 1 by 2 എന്നാണ് നമുക്ക് 1 + 2 + 3 + etc. + k. അപ്പോൾ ഇവിടെ 1 + 2 + 3 + etc. + k എന്ന് പറയുമ്പോൾ അതിൻ്റെ സമ്മ് k into k + 1 divided by 2 പ്ലസ് ലാസ്റ്റ് ടേം ഇവിടെ k + 1 ആണ്. അതും കൂടെ ആഡ് ചെയ്യുക. ഈ രണ്ട് ടേംസിലും k + 1 കോമൺ ആണ്. k + 1 പുറത്തെടുക്കുക. ബാക്കി ഇവിടെ k by 2 + 1. That is equal to k plus 1 into ഈ k by 2 plus 1 ഈ 2 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ k plus 2 by 2 എന്ന് കിട്ടും. That is equal to k plus 1 into k plus 2 divided by 2. അപ്പോൾ പി ഓഫ് കെ ടേംസ്, അപ്പോൾ k ടേംസ് ആയിരുന്നപ്പോൾ നമുക്ക് k into k plus 1 by 2 കിട്ടി. ഇവിടെ k plus 1 ടേംസ് ആണെങ്കിൽ നമുക്ക് സമ്മ് കിട്ടുന്നത് k plus 1 into k plus 2 by 2 എന്നാണ് കിട്ടുന്നത്. Hence, it is true for all natural numbers. Therefore, P of n is true for all n element of n. എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനും അത് ട്രൂ ആണ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യനും കൂടെ PMI ചെയ്യാം. അപ്പോഴത്തേക്കും നിങ്ങൾക്കത് കറക്റ്റ് റെഡിയാവും. പ്രൂവ് ബൈ PMI 1 square plus 2 square plus 3 square plus etc. plus n square is equal to n into n plus 1 into 2n plus 1 divided by 6.
ഇതേ സ്റ്റെപ്സ് തന്നെയാണ്. നമ്മൾ ആദ്യം പി ഓഫ് വൺ ട്രൂ ആണോ എന്ന് നോക്കും. പി ഓഫ് വണ്ണിൽ നമ്മൾ പി ഓഫ് വൺ എന്ന് പറയുമ്പോൾ എൽ എച്ച് എസ് എന്തായിരിക്കും? ഒരു ടേം, ഫസ്റ്റ് ടേമാണ് നമ്മൾ എടുക്കുക, എൽ എച്ച് എസ്, ദാറ്റ് ഇസ് 1 സ്ക്വയർ. ആർ എച്ച് എസ് എന്ത് ചെയ്യണം? നമ്മുടെ റൈറ്റ് സൈഡിൽ എന്നിന് 1 കൊടുക്കുക. സോ 1 ഇൻറ്റു 1 പ്ലസ് 1 ഇൻറ്റു 2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 3 ബൈ 6, ദാറ്റ്സ് ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? എൽ എച്ച് എസ് ഈക്വൽ ടു ആർ എച്ച് എസ് എന്നാണ് കിട്ടിയത്. അപ്പോൾ അത് പി ഓഫ് വൺ ട്രൂ ആണ്. പി ഓഫ് വൺ ഈസ് ട്രൂ. സെക്കൻഡ് നമ്മൾ എന്ത് ചെയ്യണം? assume P of k is true. P of k true ആണ് assume ചെയ്യണം. That means P of k എന്ന് പറയുമ്പോൾ 1 square plus 2 square plus etc plus k square is equal to k, n-ന് പകരം k ആ കൊടുക്കുന്നത്, k into k plus 1 into, അതായത് n-ന് പകരം ഏത് വാല്യൂ ഇട്ടാലും അത് ട്രൂ ആണെന്നാണ് നമ്മൾ assume ചെയ്യുന്നത്, ഡിവൈഡഡ് ബൈ 6. ഇനി നമുക്ക് ലാസ്റ്റ് പാർട്ടാണ് നമ്മുടെ പ്രൂഫ് വരുന്നത്. ലാസ്റ്റ് പാർട്ട് എന്താണ്? വി ഹാവ് ടു പ്രൂവ് ഫോർ പി ഓഫ് കെ പ്ലസ് വൺ. അപ്പോൾ പി ഓഫ് കെ പ്ലസ് വണ്ണും കൂടെ ട്രൂ ആണെങ്കിൽ എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനും ട്രൂ ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പി ഓഫ് കെ പ്ലസ് വൺ, ദറ്റ് ഈസ് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് കെ സ്ക്വയർ, ലാസ്റ്റ് ടേം കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ. അതായത് കെ വരെ പി ഓഫ് കെ ടേംസ് ആണെങ്കിൽ കെ സ്ക്വയർ വരെ വരും. പി ഓഫ് കെ പ്ലസ് 1 ആകുമ്പോൾ ഒരു ടേമും കൂടെ കൂടുതൽ വരും, കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ. ഇതിൻ്റെ സമ്മ നമുക്കറിയാം ഇവിടെ അല്ലേ. 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് എക്സെട്ര കെ സ്ക്വയർ എന്ന് പറയുന്നത് കെ ഇൻറ്റു കെ പ്ലസ് 1 ഇൻറ്റു 2 കെ പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6 ആണ്. പിന്നെ ലാസ്റ്റ് ടേം ആണ് കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ. ആ രണ്ട് ടേംസിലും നമുക്ക് കെ പ്ലസ് 1 കോമൺ ആണ്. ആ കെ പ്ലസ് 1 പുറത്തേക്ക് എടുക്കാം. ബാക്കി എന്താ വരിക? കെ ഇൻറ്റു 2 കെ പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6 പ്ലസ് കെ പ്ലസ് 1. രണ്ട് ടേംസിൽ നിന്നും കെ പ്ലസ് 1 പുറത്തെടുത്തു. പിന്നെ കെ പ്ലസ് 1 ഇൻറ്റു, ഇത് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ന്യൂമറേറ്റർ 2k സ്ക്വയർ പ്ലസ് കെ പ്ലസ് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6k പ്ലസ് 6 ഹോൾ ഡിവൈഡഡ് ബൈ 6. നെക്സ്റ്റ് എന്താ ചെയ്യണ്ടേ? നെക്സ്റ്റ് ഇത് സിംപ്ലിഫൈ ചെയ്യണം. സോ കെ പ്ലസ് 1 ഇൻറ്റു ഇത് 2k സ്ക്വയർ പ്ലസ് 7k പ്ലസ് 6 ഹോൾ ഡിവൈഡഡ് ബൈ 6. ഇനി നമുക്കതൊന്ന് ഫാക്ടറൈസ് ചെയ്യണ്ടേ? ഫാക്ടറൈസ് ചെയ്യുന്നത് എങ്ങനെ ചെയ്യും? ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമിൻ്റെയും പ്രോഡക്റ്റ് എടുക്കുക. അപ്പോൾ അതായത് 12 പ്രോഡക്റ്റ് കിട്ടണം, സമ്മ് 7 കിട്ടണം. അപ്പോൾ സമ്മ് 7ഉം പ്രോഡക്റ്റ് 12ഉം, അപ്പോൾ അതായത് 4 പ്ലസ് 3യും 4 ഇൻറ്റു 3യും അല്ലേ. അപ്പോൾ 4 ഇൻറ്റു 3 12 ആണ്, 4 പ്ലസ് 3 7ഉം ആണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. കെ പ്ലസ് 1 ഇൻറ്റു സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേംസ് ആണ് 2k സ്ക്വയർ പ്ലസ് 4k പ്ലസ് 3k പ്ലസ് 6 ഹോൾ ഡിവൈഡഡ് ബൈ 6. അപ്പോൾ ഈ ഫസ്റ്റ് 2 ടേംസിൽ 2k കോമൺ ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു k പ്ലസ് 1 ഇൻറ്റു, ഇവിടെ 2k കോമൺ ആണ്, ഇൻറ്റു k പ്ലസ് 2 പ്ലസ് ഇവിടെ 3 കോമൺ ആണ്, ബാക്കി k പ്ലസ് 2 ഹോൾ ഡിവൈഡഡ് ബൈ 6. അതിൽ നമുക്ക് ഫസ്റ്റ് ടേമിലും സെക്കൻഡ് ടേമിലും കെ പ്ലസ് 2 കോമൺ ആണ്. സോ കെ പ്ലസ് 1 ഓൾറെഡി പുറത്തുണ്ട്, ആ കെ പ്ലസ് 2 കൂടെ പുറത്തേക്ക് ഇട്ടാൽ ബാക്കി 2k പ്ലസ് 3 ഹോൾ ഡിവൈഡഡ് ബൈ 6. അപ്പോൾ നമുക്കിവിടെ പി ഓഫ് കെ ആണെങ്കിൽ, പി ഓഫ് കെ ആയിരുന്നപ്പോൾ നമുക്ക് എന്താണ് ശരിക്കും? കെ ഇൻറ്റു കെ പ്ലസ് 1 ഇൻറ്റു 2k പ്ലസ് 1 ബൈ 6 ആണ് സമ്മ അല്ലേ, പി ഓഫ് കെ. അപ്പോൾ പി ഓഫ് കെ പ്ലസ് 1 ആവുമ്പോൾ എന്താവണം? ഈ കെ എന്നുള്ളത് കെ പ്ലസ് 1 ആവണം, കെ പ്ലസ് 1 ഉള്ളത് കെ പ്ലസ് 2 ആവണം. നമ്മുടെ ക്വസ്റ്റ്യനിലുള്ളത് കേട്ടോ. കെ എന്നുള്ളത് കെ പ്ലസ് 1 ആവണം, കെ പ്ലസ് 1 ഉള്ളത് കെ പ്ലസ് 2 ആവണം. ഇവിടെയും കെന് പകരം കെ പ്ലസ് 1 ആവണം. അതായത് 2 ഇൻറ്റു കെ പ്ലസ് 1 പ്ലസ് 1 എന്ന് പറയുമ്പോൾ 2k പ്ലസ് 3. അപ്പോൾ അത് തന്നെയല്ലേ നമുക്ക് കിട്ടിയ കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 ഇൻറ്റു 2k പ്ലസ് 3 ബൈ 6 ആണ് നമുക്ക് കെ പ്ലസ് 1 ടേംസ് ആകുമ്പോൾ കിട്ടുന്നത്. Therefore, it is
true for all natural numbers. എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനും അത് സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് PMI വെച്ചിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഈക്വൽ ടു ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും വരിക. ഇനി നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് അപ്പോൾ നമുക്ക് കോംപ്ലക്സ് നമ്പേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് ആദ്യത്തെ ഭാഗത്തിൽ വരുന്നത്. അപ്പോൾ അതേപോലെ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ഈക്വൽ ആകുമ്പോൾ അതിൻ്റെ എക്സ് വാല്യൂ വൈ വാല്യൂ, അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കോംപ്ലക്സ് നമ്പേഴ്സ് ആക്കുന്നത്. പിന്നെ നമ്മൾ കമ്പയർ ചെയ്തിട്ട് അതിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുന്നത്, പിന്നെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ കോംപ്ലക്സ് നമ്പേഴ്സിൽ വരുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ, ഇഫ് 4x plus I into 3x minus y is equal to 4 plus 6i, where x and y are real numbers, find x and y. Find x and y. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ റിയൽ പാർട്ടും അതിൻ്റെ ഇമാജിനറി പാർട്ടും കൂടി ഇക്വേറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ റിയൽ പാർട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ 4x ആണ്, മറ്റേ സൈഡിൽ 4 ആണ്. സോ അവിടെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ x is equal to 1. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടി. ഇതേപോലെ ഇമാജിനറി പാർട്ട് അവിടെ 3x minus y, ഇപ്പുറത്തെ സൈഡിൽ 6ഉം. എക്സിൻ്റെ വാല്യൂ 1 നമുക്ക് ഓൾറെഡി കിട്ടി. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3 into 1 minus y is equal to 6, or minus y is equal to 6 minus 3, that is minus y is equal to 3, or y is equal to minus 3. അപ്പോൾ y is equal to minus 3. അപ്പോൾ എക്സിൻ്റെ വാല്യൂം വൈൻ്റെ വാല്യൂം കിട്ടി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇഫ് z1 is equal to 6 plus 3i and z2 is equal to 2 minus I, find, first question z1 plus z2 and second question z1 minus z2. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്, z1 into z2. അപ്പോൾ z1 plus z2 എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? z1 plus z2 is equal to z1 എന്ന് പറഞ്ഞാൽ 6 plus 3iയും z2 എന്ന് പറഞ്ഞാൽ 2 minus iയും. അപ്പോൾ റിയൽ പാർട്സ് ആഡ് ചെയ്യുക, ഇമാജിനറി പാർട്സ് ആഡ് ചെയ്യുക. റിയൽ പാർട്ട് ആഡ് ചെയ്യുമ്പോൾ 6 plus 2 8 പ്ലസ് ഇമാജിനറി പാർട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ 3iയും ഇവിടെ മൈനസ് ഐയും ആണ്. അപ്പോൾ 3i minus i is 2i. അപ്പോൾ ഇതാണ് എഡീഷൻ. പിന്നെ അതിൽ തന്നെ സബ്ട്രാക്ഷൻ, z1 minus z2 എന്ന് പറയുമ്പോൾ 6 plus 3i minus 2 minus i. അവിടെ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. സോ 6 plus 3i minus 2 plus i. ഇനി റിയൽ പാർട്സും ഇമാജിനറി പാർട്സും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 6 minus 2 പ്ലസ് i ഇൻറ്റു ഇവിടെ 3iയും ഇവിടെ iയും ആണ്. സോ 4i. സോ 4i. അപ്പോൾ എന്താ ആൻസർ വരിക? 4 plus 4i. അതാണ് സബ്ട്രാക്ഷൻ. ഇതേപോലെ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. തേർഡ് ക്വസ്റ്റ്യൻ, z1 into z2. അപ്പോൾ z1 എന്ന് പറയുന്നത് 6 plus 3i ഇൻറ്റു z2 ഇസ് 2 minus i. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം ഇൻറ്റു ഫസ്റ്റ് ടേം, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് ടേം ഇൻറ്റു ഫസ്റ്റ് ടേം, ദറ്റ് ഇസ് 12. പിന്നെ ഫസ്റ്റ് ടേം ഇൻറ്റു സെക്കൻഡ് ടേം, ദറ്റ് ഇസ് minus 6i. സെക്കൻഡ് ടേം ഇൻറ്റു ഫസ്റ്റ് ടേം, ദറ്റ് ഇസ് പ്ലസ് 6i. സെക്കൻഡ് ടേം ഇൻറ്റു സെക്കൻഡ് ടേം, ദറ്റ് ഇസ് minus 3i square. സോ മൈനസ് ഐയും പ്ലസ് ഐയും അവിടെ ക്യാൻസൽ ആവും അല്ലേ? minus 6i plus 6i. സോ 12 minus 3 into minus 1, that's equal to 12 plus 3, which is equal to 15. അപ്പോൾ ഇവിടെ കോംപ്ലക്സ് നമ്പർ ആയിട്ട് എങ്ങനെയാണ് എഴുതുക നമ്മൾ? 15 plus i0. എപ്പോഴും കോംപ്ലക്സ് നമ്പർ ഫോമിൽ
വേണം നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സ് എഴുതാൻ വേണ്ടിയിട്ട്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് the multiplicative inverse. Find the multiplicative inverse of 4 minus 3i. 4 minus 3i ൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്, അതായത് സെഡ് ആണെങ്കിൽ സെഡ് ഇൻവേഴ്സ് ആണ് കാണേണ്ടത്. അപ്പോൾ സെഡ് ഇൻവേഴ്സ് കാണണമെങ്കിൽ അതിൻ്റെ ഫോർമുല സെഡ് കോൺജുഗേറ്റ് ബൈ മോഡ് സെഡ് സ്ക്വയർ. സെഡ് കോൺജുഗേറ്റ് ബൈ മോഡ് സെഡ് സ്ക്വയർ ആണ് സെഡ് ഇൻവേഴ്സ്. അപ്പോൾ സെഡ് കോൺജുഗേറ്റ് 4 മൈനസ് 3i ൻ്റെ കോൺജുഗേറ്റ് എന്താണ്? ദാറ്റ് ഈസ് 4 പ്ലസ് 3i. 4 മൈനസ് 3i ൻ്റെ കോൺജുഗേറ്റ് ആണ് 4 പ്ലസ് 3i ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് സെഡ്. ഈ മോഡ് സെഡ് എങ്ങനെയാണ് കാണുക? റൂട്ട് ഓഫ് 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 16 പ്ലസ് 9 റൂട്ട് 25, അതായത് 5. അപ്പം മോഡ് സെഡ് ആണ് 5. അപ്പം മോഡ് സെഡ് സ്ക്വയർ എത്രയാണ്? 5 സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 4/25 പ്ലസ് i ഇൻറ്റു 3/25. ഇതാണ് നമ്മുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. അപ്പോൾ ഈ ഫോർമുല ഓർത്ത് വയ്ക്കുക. സെഡ് ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു സെഡ് കോൺജുഗേറ്റ് ബൈ മോഡ് സെഡ് സ്ക്വയർ. ഇനി നെക്സ്റ്റ് കോംപ്ലക്സ് നമ്പറിൽ ഫോക്കസ് ഏരിയയിൽ വരുന്നതാണ് എക്സ്പ്രസ് ഇൻ ദ ഫോം ഓഫ് a plus ib. First question, 1 plus 2i by 2 plus 3i. പിന്നെ i raised to 23 and C question I raised to 98. So നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. 1 plus 2i by 2 plus 3i. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ കോംപ്ലക്സ് നമ്പർ ഫോമിലേക്ക്, അതായത് a plus ib ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ ഡിനോമിനേറ്റർ എന്താണോ അതിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് 2 മൈനസ് 3i കൊണ്ട് മുകളിലും താഴെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പം ന്യൂമറേറ്റർ എന്ത് ചെയ്യണം? നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? നേരത്തെ മൾട്ടിപ്ലൈ ചെയ്ത പോലെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യണം. ഡിനോമിനേറ്ററോ 2 പ്ലസ് 3i ഇൻറ്റു 2 മൈനസ് 3i എന്ന് പറഞ്ഞാൽ a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി ഫോമാണ്. a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പോൾ ഇവിടെ 2 സ്ക്വയർ മൈനസ് 3i ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി ഫസ്റ്റ് ടേം ഇൻറ്റു ഫസ്റ്റ് ടേം, അതായത് 2, ഫസ്റ്റ് ടേം ഇൻറ്റു സെക്കൻഡ് ടേം മൈനസ് 3i, സെക്കൻഡ് ടേം ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് 4i, സെക്കൻഡ് ടേം ഇൻറ്റു സെക്കൻഡ് ടേം മൈനസ് 6i സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 മൈനസ് 9i സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു, ഈ i സ്ക്വയർ മൈനസ് 1 ആണ്. i സ്ക്വയർ മൈനസ് 1 ആകുമ്പോൾ ഇവിടെ പ്ലസ് ആവും. അപ്പം 2 പ്ലസ് 6 എന്ന് പറഞ്ഞാൽ 8 പ്ലസ് i ഡിവൈഡഡ് ബൈ i സ്ക്വയർ മൈനസ് 1 ആണ്. സോ മൈനസ് 9 ഇൻറ്റു മൈനസ് 1 ഇസ് പ്ലസ് 9, 4 പ്ലസ് 9 ഇസ് 13. അപ്പോൾ ഇതിൻ്റെ കോംപ്ലക്സ് നമ്പർ ഫോമിലാകുമ്പോൾ 8/13 പ്ലസ് i ഇൻറ്റു 1/13. ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതണം കേട്ടോ കോംപ്ലക്സ് നമ്പർ ആകുമ്പോൾ. പിന്നെ അതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ അതിൽ പറഞ്ഞത് i raised to 23 ആണ്. അപ്പോൾ നമുക്കറിയാം i raised to 4 ആണ് 1. അപ്പോൾ നമ്മൾ ഇതിനെ i raised to 4ൻ്റെ പവേഴ്സാക്കി എഴുതിയാൽ മതി. അപ്പോൾ i raised to 4 raised to 5 എന്ന് വെച്ചാൽ i raised to 20. i raised to 20 ഇൻറ്റു i raised to 3. അപ്പോൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോഴല്ലേ i raised to 4 raised to 5 എന്ന് പറഞ്ഞാൽ i raised to 20 ഇൻറ്റു i raised to 3. ഈ പവേഴ്സ് ബേസിക് സെയിം ആണെങ്കിൽ പവേഴ്സ് ആഡ് ചെയ്യുക. അപ്പോൾ ഈ a raised to m ഇൻറ്റു a raised to n എന്ന് പറയുന്നതാണ് a raised to mn, സോറി m plus n. a raised to m ഇൻറ്റു a raised to n ആണ് a raised to m plus n. അതേപോലെ തന്നെയാണ് i raised to 20 ഇൻറ്റു i raised to 3 ആണ് i raised to 20 plus 3, അതാണ് i raised to 23. അപ്പോൾ അതിന് നമുക്കപ്പോൾ ഈ i raised to 20 എന്ന് പറഞ്ഞാൽ i raised to 4 raised to 5 ആണ് ഇൻറ്റു i ക്യൂബ്. ഇപ്പോൾ ഈ i raised to 4 raised to 5 എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് 1.
ഇൻറ്റു ഐ ക്യൂബ്. ഐ ക്യൂബ് എന്താ? ഐ ക്യൂബ് ഇസ് ഐ സ്ക്വയർ ഇൻറ്റു ഐ. ഐ സ്ക്വയർ ഇൻറ്റു ഐ. ഐ സ്ക്വയർ -1 ആണ്. സോ മൈനസ് ഐ. സോ ഐ റേസ് ടു 23 ഇസ് മൈനസ് ഐ. ഇനി അതിലൊരു ക്വസ്റ്റ്യനും കൂടെ പറഞ്ഞിരിക്കുന്നത് ഐ റേസ് ടു 98. ഈ ഐ റേസ് ടു 98നെ നമുക്ക് പവേഴ്സ് ഓഫ് 4 ആക്കി എഴുതാം. 24 ഇൻറ്റു 4. 24 ഇൻറ്റു 4 എന്ന് വെച്ചാൽ 4 4s are 16, 96 ആണ് 24 ഇൻറ്റു 4. അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? ഐ റേസ് ടു 4 റേസ് ടു 24 ഇൻറ്റു ഐ സ്ക്വയർ. ഈ ഭാഗം 1 ഇൻറ്റു ഐ സ്ക്വയർ എന്ന് വെച്ചാൽ -1. സോ ദ ആൻസർ ഇസ് -1. ഇനി ഇത് കോംപ്ലക്സ് നമ്പർ ഫോമിൽ എഴുതണമെങ്കിൽ എങ്ങനെ എഴുതും? -1 പ്ലസ് I0. അതാണ് കോംപ്ലക്സ് നമ്പർ ഫോമിൽ എഴുതുമ്പോൾ അങ്ങനെയാണ് ചെയ്യാം. ഇനി നെക്സ്റ്റ് ചാപ്റ്റർ ഇസ് ലീനിയർ ഇൻഇക്വാലിറ്റീസ്. ചാപ്റ്റർ 6 ലീനിയർ ഇൻഇക്വാലിറ്റീസ്. ഇതിലുള്ള ഗ്രാഫിക്കൽ ഭാഗമാണ് നമ്മുടെ ഫോക്കസ് ഏരിയയിൽ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ, സോൾവ് ഗ്രാഫിക്കലി. എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. ഇതിനെങ്ങനെയാണ് ഗ്രാഫിക്കലായിട്ട് സോൾവ് ചെയ്യുക? എപ്പോഴും നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 2ൻ്റെ വാല്യൂസ് ഒന്ന് പ്ലോട്ട് ചെയ്യാം, എക്സും വൈയും. അപ്പോൾ എക്സിന് 0 കൊടുക്കുമ്പോൾ വൈ 2 ആവും, വൈക്ക് 0 കൊടുക്കുമ്പോൾ എക്സ് 2 ആവും അല്ലേ? അപ്പോൾ ആ പോയിൻറ്റ്സ് വെച്ചിട്ട് നമുക്ക് ഗ്രാഫ് വരയ്ക്കാം. കറക്റ്റ് മെഷർമെൻ്റ് ഒക്കെ എടുത്ത് വരയ്ക്കുക നീറ്റായിട്ട്. എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഒറിജിൻ. ഇനി മാർക്ക് ചെയ്യാം. ഇനി ഇവിടെ അതേപോലെ 1 2 3 അങ്ങനെയൊക്കെ മാർക്ക് ചെയ്യുക. മുകളിലേക്കും മാർക്ക് ചെയ്യുക. 1 2 3 ഈ സൈഡിലേക്ക് നെഗറ്റീവ് ഒക്കെ മാർക്ക് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് 0 2, എക്സിന് 0 വൈക്ക് 2 ആകുമ്പോൾ ഇവിടെയാണ് ആ കോർഡിനേറ്റ്. ദിസ് ഇസ് 0, 2. 2, 0 എന്ന് പറഞ്ഞാൽ ഇവിടെയും 2, 0. ഇപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ വിച്ച് പാസിങ് ത്രൂ ബോത്ത് ദ പോയിൻറ്റ്സ്. ഇതാണ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 2 എന്ന് പറയുന്ന ലൈനാണിത്. ഇനി എവിടെയാണ് എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ ഏത് ഭാഗമാണ്? അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഈ എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞ ഇക്വേഷനിൽ ഞാൻ ഒരു പോയിൻ്റ് ഈ ലൈനിൻ്റെ ഇപ്പുറത്തെ സൈഡിലുള്ള ഒരു പോയിൻ്റ് എടുത്തു, അതായത് ഒറിജിൻ. അതായത് ഞാൻ എക്സിനും വൈക്കും 0 കൊടുത്തു. അപ്പോൾ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് കിട്ടി. ദാറ്റ്സ് കറക്റ്റ്, ദിസ് ട്രൂ. അപ്പോൾ ഞാൻ ഈ ഭാഗത്തുള്ള ഏത് പോയിൻ്റ് ഇടുമ്പോഴും അത് ട്രൂ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? ഈ സൈഡിലാണ് അതിൻ്റെ സൊല്യൂഷൻ വരുന്നത്, ഈ ഭാഗമാണ് അതിൻ്റെ സൊല്യൂഷൻ റീജിയൻ. ഇവിടെ തൊട്ട് ഇങ്ങോട്ടേക്കാണ് അതിൻ്റെ സൊല്യൂഷൻ റീജിയൻ, ദിസ് സൈഡ്. അപ്പോൾ നിങ്ങളൊന്ന് ചെറുതായിട്ട് ഷെയ്ഡ് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, എന്നിട്ട് സൊല്യൂഷൻ റീജിയൻ്റെ അവിടെ എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് എഴുതാം. അപ്പോൾ ഇങ്ങനെയാണ് സിംഗിൾ ഇക്വേഷൻ ആണെങ്കിൽ, ഒറ്റ ഇക്വേഷൻ ആണെങ്കിൽ നമ്മളിങ്ങനെയാണ്, ഒരു ലൈനേ വരുള്ളൂ. ഇനി കൂടുതൽ ഇക്വേഷൻസ് തരികയാണെങ്കിലോ, സോൾവ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്, സിസ്റ്റം ഓഫ് ലീനിയർ ഇൻഇക്വാലിറ്റീസ്. linear inequalities graphically. X plus 2y less than or equal to 8, 2x plus y less than or equal to 8, x greater than or equal to 0, y greater than or equal to 0. ഈ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആകെ വരയ്ക്കേണ്ടത് ഫസ്റ്റ് ക്വാഡ്രൻറ്റ് മാത്രം മതി നമുക്ക്. എക്സും വൈയും പോസിറ്റീവാണ്, അതുകൊണ്ട് ഫസ്റ്റ് ക്വാഡ്രൻറ്റ് മാത്രമേ ആവശ്യമുള്ളൂ. ഇനി നമ്മൾ ആദ്യത്തെ ഇക്വേഷൻ എടുക്കുക. ഇവിടെ ലീനിയർ ഇൻഇക്വാളിറ്റിയാണ് തന്നിരിക്കുന്നത്. ഞാനിവിടെ ഇക്വേഷൻ എടുക്കും. എക്സ് പ്ലസ് 2y ഈക്വൽ ടു 8 എന്ന് വെച്ചിട്ട് എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂസ് പ്ലോട്ട് ചെയ്യും. അപ്പോൾ എക്സിന് വാല്യൂ കൊടുക്കുക, വൈൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. 2 വാല്യൂ മതി. എക്സിന് 0 കൊടുക്കുമ്പോൾ വൈ 4 ആവും, വൈക്ക് 0 കൊടുക്കുമ്പോൾ എക്സ്
8 ആവും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ 0 4 ഇവിടെയൊക്കെ കറക്റ്റ് മാർക്ക് ചെയ്യണം കേട്ടോ. അതേപോലെ ഇങ്ങോട്ട് മാർക്ക് ചെയ്യണം. 1 2 3 4 5 6 7 8 2 3 4 5 6 7 8. ഈ സൈഡിലേക്ക് 1 2 3 4 5 6. ഓക്കെ, അപ്പോൾ 0 4 എന്ന് പറയുന്നത് ഇവിടെ വരും. ദിസ് ഇസ് 0 4 ആൻഡ് ദിസ് ഇസ് 8 0. അപ്പോൾ ഫസ്റ്റ് ഒരു ലൈൻ നമുക്ക് കിട്ടി. ഇതിലൂടെയാണ് പാസ് ചെയ്യേണ്ടത്. പിന്നെ അപ്പോൾ ഈ ലൈൻ എക്സ് പ്ലസ് 2y ഈക്വൽ ടു 8ൻ്റെ ലൈനാണ് ഈ വരച്ചിരിക്കുന്നത്. ഇനി നമ്മൾ രണ്ടാമത്തത് 2x പ്ലസ് വൈ ഈക്വൽ ടു 8ൻ്റെ പോയിൻറ്റ്സ് എടുക്കാം. അപ്പോൾ എക്സ് 0 ആണെങ്കിൽ y 8, y 0 ആണെങ്കിൽ x 4. അപ്പോൾ 0,8 എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇവിടെ വരും. ദിസ് ഇസ് 0,8. 4,0 എന്ന് പറഞ്ഞാൽ ഇതും. അപ്പോൾ ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുക. അങ്ങനെ ജോയിൻ ചെയ്തു. ഇനി എവിടെയാണ് നമ്മുടെ സൊല്യൂഷൻ റീജിയൻ എന്ന് അറിയണമല്ലോ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് ഇക്വേഷൻ എടുക്കുക. എക്സ് പ്ലസ് 2y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8. ആ ഇന്നിക്വാളിറ്റിയിൽ, അതാണ് ഈ ഒരു ലൈന്, അതിൻ്റെ ഈ സൈഡിലുള്ള താഴേക്കുള്ള ഭാഗത്തുനിന്ന് ഞാൻ ഒറിജിൻ ആ പോയിൻ്റ് എടുത്തു. അതുകൊണ്ട് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? എക്സിനും വൈക്കും 0 കൊടുത്തപ്പോൾ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ട്രൂ. അപ്പോൾ ഏത് ഭാഗത്താണോ നമ്മുടെ പോയിൻ്റ് വരുന്നത് ആ ഭാഗമാണ് അതിൻ്റെ സൊല്യൂഷൻ റീജിയൻ. അപ്പോൾ ഈ ലൈനിൻ്റെ ഇങ്ങോട്ടേക്കാണ് സൊല്യൂഷൻ വരുന്നത്. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ എടുത്തു. 2x പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8. അതാണ് ഈ ഒരു ലൈൻ. ഇതാണ് ആ രണ്ടാമത്തെ ലൈൻ കേട്ടോ. ദിസ് വൺ. അപ്പോൾ അതിൻ്റെ താഴെയാണെങ്കിലും ഒറിജിൻ ഉണ്ട്. അപ്പോൾ അവിടെയും ഞാൻ 0 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോഴും കിട്ടുന്നത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 തന്നെയാണ്. ദാറ്റ് ഓൾസോ ഇസ് ട്രൂ. അപ്പോൾ രണ്ടിനും ഈ ലൈൻ്റെയും താഴേക്കാണ് സൊല്യൂഷൻ റീജിയൻ വരുന്നത്. അപ്പോൾ രണ്ടിൻ്റെയും കോമൺ ആയിട്ടുള്ള റീജിയനാണ് ഇതിൻ്റെ സൊല്യൂഷൻ റീജിയൻ. ആൻഡ് ആ സൊല്യൂഷൻ റീജിയൻ ഏതാണ്? ഇതാണ് ഇതിൻ്റെ കോമൺ റീജിയൻ. ദിസ് ഇസ് ദ കോമൺ റീജിയൻ. അപ്പോൾ ഈ ഭാഗമാണ് ഇതിൻ്റെ സൊല്യൂഷൻ റീജിയൻ. അതൊന്ന് ഷെയ്ഡ് ചെയ്ത് വെക്കണേ. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് മാത്രം എടുത്താൽ മതി. അപ്പോൾ ഗ്രാഫിക്കൽ സൊല്യൂഷൻസ് ആണ് നമ്മുടെ ഇതിനകത്ത് വരുന്നത്, നമ്മുടെ ഫോക്കസ് ഏരിയയിൽ വരുന്നത്. അപ്പോൾ ഗ്രാഫ് നന്നായി പഠിക്കുക. ഇനി നെക്സ്റ്റ് ചാപ്റ്ററാണ് പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ്. Permutations and combinations. അപ്പോൾ അതിൽ ഫസ്റ്റ് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് വെച്ച ക്വസ്റ്റ്യൻസ് ഉണ്ടാവും കേട്ടോ. ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് ഉണ്ട്, കോമ്പിനേഷൻസും ഉണ്ട്. പെർമ്യൂട്ടേഷൻസ് ഫോക്കസ് ഏരിയയിൽ വരുന്നില്ല. അപ്പോൾ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് വെച്ച് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. There are 5 roads leading to a town from a village. Find the number of different ways. Find the number of different ways in which a villager can go to the town and return back. അപ്പോൾ ഇത് സെയിം വഴി കൂടെ വരാം, അല്ലെങ്കിൽ അത് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ഒരു ക്വസ്റ്റ്യൻ, ഇത് ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് സബ് ക്വസ്റ്റ്യനിൽ പറയുന്നത് if he cannot return through the same way, number of different ways in which a villager can go to the town and return back. He cannot return
through the same way. ഒരേ വഴി കൂടെ വരാൻ പറ്റില്ലെങ്കിൽ, അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻ ആണ് അത്. ഒന്ന്, നമുക്ക് പോയ വഴി കൂടെ തന്നെ തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ 5 റോഡ്സ് ഉണ്ട്, 5 റോഡുണ്ട്. ഒരു വില്ലേജർ, ഫൈൻഡ് ദ നമ്പർ ഓഫ് വേസ് ഇൻ വിച്ച് എ വില്ലേജർ ക്യാൻ ഗോ ടു ദ ടൗൺ. ഒരു വില്ലേജറിന് ടൗണിലേക്ക് പോകണം, തിരിച്ചു വരണം. അപ്പോൾ അയാൾക്ക് ഇപ്പം ഇങ്ങനെ 5 വേസ് ഉണ്ടെങ്കിൽ ഈ 5 റോഡിൽ ഏത് റോഡിൽ കൂടെ വേണമെങ്കിൽ അയാൾക്ക് ടൗണിൽ പോകാമല്ലോ. ഇതിൽ കൂടെ വേണമെങ്കിൽ പോവാം, തിരിച്ചു വരാം, അല്ലേ? അതേപോലെ തിരിച്ചു വരുമ്പോഴും നമുക്ക് ഏത് റോട്ടിൽ കൂടെ വേണമെങ്കിലും തിരിച്ചു വരാം. അപ്പോൾ ഇഫ് ഹീസ് ഗോയിങ്, അപ്പോൾ പോവാൻ വേണ്ടി എത്ര വഴികളുണ്ട്? 5 വഴികളുണ്ട്. തിരിച്ചു വരാൻ വേണ്ടി 5 വഴികളുണ്ട്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ അപ്പോൾ അവിടെ റിപ്പീറ്റേഷൻ എലൗഡ് ആണ്. ഫസ്റ്റ് കേസിൽ പോകാനും വരാനും ഏത് വഴിക്കും വേണമെങ്കിൽ വരാം. അപ്പോൾ 5 × 5 ഡിഫറെൻറ്റ് വേസ്, ദാറ്റ്സ് ഈക്വൽ ടു 25 വേസ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഹീ കനോട്ട് റിട്ടേൺ ത്രൂ ദ സെയിം വേ. ഒരേ വഴി കൂടെ വരാൻ പറ്റില്ലെങ്കിൽ, അപ്പോൾ പോയ വഴി കൂടെ വരാൻ പറ്റില്ല. ഓക്കെ, പോകുന്നതിന് 5 വഴിയുണ്ട്, പക്ഷെ തിരിച്ചു വരുമ്പോൾ ഒരു വഴി റിട്ടേൺ ബാക്ക് ഒരേ വഴി കൂടെ വരാൻ പാടില്ല. അപ്പോൾ പോയ വഴി കൂടെ വരാൻ പാടില്ല. അപ്പോൾ × 4, അപ്പോൾ ദാറ്റ്സ് ഈക്വൽ ടു 20 വേസ്. ഇപ്പോൾ റിപ്പീറ്റേഷൻ, അതായത് പോകുന്ന വഴി കൂടെ തന്നെ വരികയാണെങ്കിൽ അവിടെ 5 × 5. പോകുന്നത് 5 വഴി, വരാനും 5 വഴി. പക്ഷേ പോകുന്ന വഴി കൂടെ തിരിച്ചു വരാൻ പറ്റില്ലെങ്കിൽ പോകാൻ 5 വഴിയുണ്ട്, പക്ഷെ തിരിച്ചു വരാനോ 4 വഴിയേ ഉണ്ടാവുള്ളൂ, അല്ലേ? ഇനി നെക്സ്റ്റ്, ഹൗ മെനി 3-digit numbers can be formed from the digits 1, 2, 3, 4 and 5, assuming that, first question, repetition of digits allowed. Repetition of digits allowed. Second sub question, repetition of digits not allowed. Repetition of digits not allowed. For how many 3-digit numbers can be formed from the digits 1, 2, 3, 4 and 5? അപ്പോൾ 3 ഡിജിറ്റ് നമ്പേഴ്സാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്, അല്ലേ? അപ്പോൾ 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കണം. ഇതാണ് ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ആണ്. ഡിജിറ്റ്സ്, റിപ്പീറ്റേഷൻ ഓഫ് ഡിജിറ്റ്സ് അലൗഡ്. അപ്പോൾ ഇവിടെ യൂസ് ചെയ്ത ഡിജിറ്റ് ഇവിടെ യൂസ് ചെയ്യാം, ഇവിടെയും യൂസ് ചെയ്യാം. അപ്പോൾ ആകെ 5 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ആ 5 നമ്പേഴ്സിത്തെ ഏതെങ്കിലും 5 നമ്പർ നമുക്ക് ഇവിടെ യൂസ് ചെയ്തൂടെ? രണ്ടാമത്തേലാണെങ്കിലും ഏതെങ്കിലും 5 ഡിജിറ്റ് യൂസ് ചെയ്തൂടെ? പിന്നെ മൂന്നാമത്തേലാണെങ്കിലും നമുക്ക് ഏതെങ്കിലും 5 ഡിജിറ്റ്, ബിക്കോസ് റിപ്പീറ്റേഷൻ ഇസ് അലൗഡ്. So by fundamental principle of counting, 5 × 5 × 5, that's equal to 125 ways. 125 3-digit numbers, അല്ലേ? 125 3-digit numbers. അത്രയും 3-digit numbers ഉണ്ടായിരിക്കും. ഇനി റിപ്പീറ്റേഷൻ നോട്ട് അലൗഡ് ആണെങ്കിലോ? സെക്കൻഡ് സബ് ക്വസ്റ്റ്യനിൽ റിപ്പീറ്റേഷൻ നോട്ട് അലൗഡ്. അപ്പം 3 സ്പേസ് ഉണ്ട്, അല്ലേ? 3 ഡിജിറ്റ് നമ്പറാണ്. അപ്പോൾ ആദ്യത്തെ ഡിജിറ്റ് ആ 5 എണ്ണത്തിത്തെ ഏത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഒരെണ്ണം ഇവിടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി എത്ര എണ്ണം ഉണ്ടാവും? 4 എണ്ണം ഉണ്ടാവും. സോ ഔട്ട് ഓഫ് 4 ഓൺലി 1 വി ക്യാൻ യൂസ് ഹിയർ, അല്ലേ? 5 എണ്ണം ആദ്യത്തെ ഇതിൽ നമ്മൾ 5 എണ്ണത്തിത്തെ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്യാം. പക്ഷെ ആ ഒരെണ്ണം അവിടെ യൂസ് ചെയ്താൽ പിന്നെ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ പിന്നെ 4 എണ്ണേ ഉണ്ടാവുള്ളൂ. പിന്നെ ഒരെണ്ണം ഇവിടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 3 എണ്ണേ ബാക്കി ഉണ്ടാവുള്ളൂ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 5 × 4 × 3, ദാറ്റ്സ് ഈക്വൽ ടു 60. അപ്പോൾ 60 നമ്പേഴ്സ്, 3-digit numbers, if repetition is not allowed. അപ്പോൾ ഇങ്ങനത്തെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് യൂസ് ചെയ്തിട്ട് വരും. പിന്നെയാണ് നമ്മുടെ കോമ്പിനേഷൻസ്. അപ്പോൾ കോമ്പിനേഷൻസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ കോമ്പിനേഷൻസിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ
NCR തന്നെയാണ് NC(n-r). പിന്നെ NC0 that is 1, NCN that's equal to NC0 1 ആണ്, NCN 1 ആണ്. Then NC1 is equal to N. NC1 is equal to N. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. പിന്നെ ഒരു കാര്യം കൂടെ ഉള്ളത്, NCP is equal to NCQ ആണെങ്കിൽ then this means N is equal to P plus Q or N ഒന്നെങ്കിൽ ഈ P plus Q ആഡ് ചെയ്യുമ്പോൾ N ആവാം, അല്ലെങ്കിലോ P is equal to Q. ഇനി ഇത് യൂസ് ചെയ്തിട്ട് കുറച്ച് പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. ഫൈൻഡ് the values of first question 10C3, second question 20C17. അപ്പോൾ എങ്ങനെയാണ് 10C3 കാണുക? 10C3 എന്ന് പറയുമ്പോൾ 10 into 9 into 8 കണ്ടോ, നമ്മളിവിടെ കുറച്ച് സബ്ട്രാക്ട് ചെയ്ത് കൊണ്ടുവരിക. 3 പ്രാവശ്യം ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ 1 into 2 into 3. എത്രയാണോ ഇവിടെ അതുവരെ നമ്മൾ 1 തൊട്ട് ഇൻക്രീസ് ചെയ്യാം. അതാണ് 10C3. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇവിടെ 5 times, 3 ഇവിടെ 3 times. സോ 15 into 8 that is 120. അതേപോലെ 20C17. ഈ 20C17 തന്നെയാണ് 20C3. എങ്ങനെയത് നേരത്തെ പറഞ്ഞില്ലേ, NCR is the same as NCN-r എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ 20C17 എന്ന് പറയുമ്പോൾ 20 minus 17 that is 20C3. അപ്പോൾ ഈ 20C3 നമുക്ക് കാണാൻ എളുപ്പമാണ്. 20 into 19 into 18 ഡിവൈഡഡ് ബൈ 1 into 2 into 3. അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്തപ്പോൾ 6 ഇവിടെ 3 times. ഈ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമ്പം 1140. Then next question, if NC7 is equal to NC5, find N കാണും വേണം, also find NC10. ഇനി NC7 is equal to NC5 ആണെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ either P is equal to Q, അതിവിടെ നടക്കില്ല. 7ഉം 5ഉം ആണ്. So N is equal to 7 plus 5 which is equal to 12. So NC10 is equal to 12C10 is equal to 12C10 തന്നെയാണ് 12C2. NCR is the same as NCN-r. So 12 into 11 by 1 into 2 that's equal to 66. Then next question, a bag contains 5 red balls and 7 white balls. First sub question, how many different ways 5 balls can be selected from the bag? Second question, determine the number of ways in which 2 red balls and 3 white balls can be selected. ഇപ്പോൾ ഇവിടെ പറഞ്ഞ ഒരു ബാഗിൽ 5 റെഡും 7 വൈറ്റ് ബോൾസും ഉണ്ട്. അപ്പോൾ നമുക്ക് 5 ബോൾസ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഹൗ മെനി ഡിഫറെൻറ്റ് വേസ് 5 ബോൾസ് ക്യാൻ ബി സെലക്റ്റഡ് ഫ്രം ദ ബാഗ്? 5 ബോൾ എടുക്കണം. അപ്പോൾ 5 ബോൾ എടുക്കണമെങ്കിൽ ടോട്ടൽ നമുക്ക് ഇവിടെ എത്ര ബോൾസ് ആണുള്ളത്? ടോട്ടൽ 12 ബോൾസ് ആണ് അല്ലേ? 7 + 5 12 ബോൾസ് ആണുള്ളത്. ആദ്യം നമ്മൾ 5 ബോൾസ് ആണ് സെലക്ട് ചെയ്യേണ്ടത്.
So first answer, required number of ways is equal to എങ്ങനെയൊക്കെ 5 ബോൾ എടുക്കാൻ പറ്റുന്നത് 12 balls ൽ നമ്മൾ 5 balls സെലക്ട് ചെയ്യണം. That is equal to 12 into 11 into 10 into 9 into 8 divided by 1 into 2 into 3 into 4 into 5. That's equal to, അത് cancel ചെയ്ത് simplify ചെയ്യുമ്പോൾ 792. ഇനി second question, determine the number of ways in which 2 red balls and 3 white balls can be selected. അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ളത് 5 റെഡും 7 വൈറ്റും ആണുള്ളത്. അപ്പോൾ 5 റെഡിൽ നിന്ന് 2 റെഡ് ബോൾസ് എടുക്കണം, പിന്നെ 7 വൈറ്റിൽ നിന്ന് 3 വൈറ്റ് ബോൾസ് എടുക്കണം. Can be selected in 5C2 into 7C3 different ways. That is equal to 5 into 4 by 1 into 2 into 7 into 6 into 5 by 1 into 2 into 3. അത് സിംപ്ലിഫൈ ചെയ്ത് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 2 പോകും, അപ്പോൾ 10 ആവും. പിന്നെ ഇവിടെ 6 ക്യാൻസൽ ആവും, ബാക്കി 35. So the answer is 350. Next one, a committee of 3 persons is to be constituted from a group of 2 men and 3 women. In how many ways? In how many ways can this be done? This be done. How many of these committees would consist of 1 man and 2 women? ഇപ്പോൾ 2 ക്വസ്റ്റ്യൻ ഉണ്ട് ഇവിടെ. ടോട്ടൽ ഇവിടെ നമുക്ക് എത്ര പേരുണ്ട്? A committee of 3 persons is to be constituted from a group of 2 men and 3 women. അപ്പോൾ 3 പേരെയാണ് നമുക്ക് വേണ്ടത്. 5 പേരുണ്ട് ഇവിടെ അല്ലേ, 2 മെനും 3 വിമനും ഉണ്ട്. So how many ways can this be done? എത്ര വേസിൽ നമുക്ക് ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ, how many ways can this be done? അപ്പോൾ 5 പേരിൽ നിന്ന് നമുക്ക് 3 പേരെ എടുക്കാൻ 5C3 different ways അല്ലേ. ഇവിടെ നമുക്ക് 5 persons ഉണ്ട്, 3 പേരെയാണ് സെലക്ട് ചെയ്യേണ്ടത്. It can be done in 5C3 different ways. That is the same as 5C2 തന്നെയാണത്. So 5 into 4 by 1 into 2, that's equal to 10. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിൽ 1 man and 2 women നമ്മൾ സെലക്ട് ചെയ്യണം. ഇവിടെ നമുക്ക് 2 മെന്നും 3 വിമനും ഉണ്ട്. അപ്പോൾ 2 മെന്നിൽ നിന്ന് നമ്മൾ ഒരാളെ എടുക്കണം, പിന്നെ 3 വിമനിൽ നിന്ന് നമ്മൾ 2 വിമനെ എടുക്കണം. അങ്ങനെയാണെങ്കിൽ 2C1 is 2, 3C2 is 3. So the answer is 6. അപ്പോൾ ഈ കോമ്പിനേഷൻസും ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്ങും ആണ് നമ്മുടെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ വരുന്നത്. ഇനി ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഇനി അടുത്ത പാർട്ടിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. Those who haven't subscribed, please like, share and subscribe, and also click on the bell icon for more updates and notifications. Bye.